ഹരേ കൃഷ്ണ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഉത്പന്ന ഏകാദശിയെ പറ്റി മനസ്സിലാക്കാം. ഈ വർഷം വരുന്നത് നവംബർ 15 ശനിയാഴ്ചയാണ് ഉത്പന്ന ഏകാദശി ആചരിക്കുന്നത്. വിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യശക്തിയായി ഏകാദശി ദേവി അഥവാ അമ്മ ഏകാദശി ജന്മമെടുത്ത ദിവസമാണ് ഇതെന്നാണ് വിശ്വാസം. ഹിന്ദുമത വിശ്വാസപ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകാദശിയായി ഉത്പന്ന ഏകാദശിയെ കണക്കാക്കുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി ഈ ഏകാദശി വ്രതം എടുക്കുന്നത് ഉത്തമമായി കണക്കാക്കുന്നു. ഉത്പന്ന ഏകാദശി എന്നാൽ ഉദ്ഭവിച്ച ഏകാദശി എന്നാണ് അർത്ഥമാക്കുന്നത്. വിശ്വാസികൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന പാരമ്പര്യം ആരംഭിച്ചത് ഉത്പന്ന ഏകാദശിയിലൂടെയാണ് എന്നാണ് വിശ്വാസം. മുരൻ എന്ന അസുരനെ വധിക്കുന്നതിനു വേണ്ടി ഭഗവാൻ വിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യശക്തിയായി ഏകാദശി ദേവി അഥവാ അമ്മ ഏകാദശി ജന്മമെടുത്ത ദിവസമാണ് ഇതെന്നാണ് വിശ്വാസം. ഈ ദേവിയെ ഭഗവാൻ വിഷ്ണു ഉത്പന്ന എന്നു വിളിക്കുകയും ഈ ദിവസം വ്രതം എടുക്കുന്നവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നും ആണ് വിശ്വാസം. ഈ കാരണത്തിനാലാണ് ഇതിനെ ഉത്പന്ന ഏകാദശി എന്ന് വിളിക്കുന്നത്. ഇതിലൂടെ ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം നേടുവാനും ജീവിതത്തിലെ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും മോക്ഷം ലഭിക്കുവാനും സഹായകരമാണെന്നും വിശ്വാസം. എല്ലാ വർഷവും മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഉത്പന്ന ഏകാദശി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സർവേശ്വരൻ നിങ്ങൾക്ക് ധാരാളം സമ്പത്തും സമൃദ്ധിയും ആയുസ്സും ആരോഗ്യം തന്നു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.